ജർമ്മനിയുടെ വിശാല മനസ്കത, ഹിറ്റ്ലറിന്റെ അതിക്രൂരമായ ചെയ്തികളൊക്കെ ലോകം മറന്നു പോകുന്നുണ്ടെങ്കിലും ജർമ്മനിയുടെ മനസ്സാക്ഷിയെ ഇപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്നത്തെ കൊടും ചെയ്തികൾ. മില്യൺ ആൾക്കാരെ വകവരുത്തി, അതും അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് ജീവനെടുത്ത ഒരു സംഭവം. ഇവർക്ക് അതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഈ കരുണ. ലോകം മുഴുവൻ ഉള്ള ആളുകളെയും ഉൾക്കൊള്ളണം. നമ്മൾ ഒരിക്കലും അതേ തരത്തിലേക്ക് തിരിച്ച് ചിന്തിക്കാൻ പാടില്ല. നമ്മളുടെ ചെയ്തികൾ അത് ഒരു സമുദായത്തിന്റെ കാര്യം മാത്രമായിട്ടല്ല, ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ്. എല്ലാവരെയും ഒരുപോലെ കണക്കാക്കി, എല്ലാവർക്കും നല്ലത് പകർന്നു കൊടുത്ത്, ജീവിതം പകർന്നു കൊടുത്ത്, എല്ലാവർക്കും കുടിയേറാനുള്ള ഒരു മനസ്സ് വികാസപ്പെടുത്തിയാണ് ഇപ്പോൾ ജർമ്മനി മുന്നോട്ട് പോകുന്നത്. അത് അംഗല മേർക്കലിന്റെ കാലത്ത് 16 വർഷത്തോളം അത് തുടർന്നതിന്റെ ഒരു അനന്തര ഫലമാണ് 2015 2 മില്യൺ ആൾക്കാര് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഒരു സുനാമി പോലെ ജർമ്മനിയിലേക്ക് കടന്നു കയറിയത്. അത് ഒരുപക്ഷെ അന്നത്തെ ചാൻസലറായിരുന്ന മെർക്കൽ പോലും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇത്രമാത്രം ദുരന്തമാവുമോ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ കടക്കൽ അത് സമാധാനത്തിന്റെ കടക്കൽ കത്തിവെച്ച ഒരു സംഭവമായി മാറുമോ എന്ന് ആരും തന്നെ ചിന്തിച്ചില്ല. അത് ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കുക. അപ്പം ജോർജ് പറഞ്ഞ കണക്കനുസരിച്ച് അതിന്റെ ഏറ്റവും അവസാനത്തെ വരികയാണെങ്കിൽ, ഏറ്റവും അവസാനത്തെ 3 ആഴ്ചക്കുള്ളിലെ കണക്ക് പറയുകയാണെങ്കിൽ അതാണ് ഇച്ചിരൂടെ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. 2 വയസ്സുള്ള ഒരു കുട്ടിയെ കത്തിക്ക് ഇരയാക്കുക എന്ന് പറയാം. അതിന് ഒരു കുത്തല്ല, പല കുത്ത് കിട്ടിക്കഴിയുമ്പോഴത്തെ ആ കുഞ്ഞു ശരീരത്തിൽ ഒരു പോറലേൽക്കുമ്പോൾ തന്നെ നമുക്ക് വേദന ഉണ്ടാകുന്ന നമ്മുടെ ബന്ധമല്ലെങ്കിൽ പോലും, ഒരു മൂന്നാം കക്ഷിയാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ മിന്നലുണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ കൂടെയുള്ള അത് രക്ഷിക്കാൻ ശ്രമിച്ച ആളിനെ അന്നേരം തന്നെ അതും ചെയ്യുന്നത് എവിടെയാ? കഴുത്തിലാണ് വയ്ക്കുന്നത്. അപ്പൊ അത് മനഃപൂർവ്വമല്ലേ? ഇപ്പൊ എന്ത് സൈക്കോളജി വിഷയം ഇവിടെ മാനസിക വിഭ്രാന്തിയാണെന്നാണ് പോലീസും അല്ലെങ്കിൽ കോടതിയൊക്കെ ഇവരെയൊക്കെ തള്ളിവിടുന്നത്. അവരെ ഒടുവിൽ പുറത്ത് വിടുന്നതും ചിലപ്പോൾ അതുപോലെ തന്നെയൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ കരുതിക്കൂട്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഇതിന് മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. ഇന്നലെ നടന്ന സംഭവം അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ 12:30 മണിയോടുകൂടി പ്രാദേശിക സമയം, ഇന്നലെ ഇവിടെ കാർണിവാൽ, അതായത് നോയമ്പ് വീടലിന് മുമ്പുള്ള ഏറ്റവും വലിയ ഉത്സവം, ജർമ്മനിയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കാർണിവാൽ ഉത്സവം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും പേര് കേട്ടത് കൊളോണും ഡ്യൂസൽഡോഫും. ഞാൻ താമസിക്കുന്ന കൊളോണും ഡ്യൂസൽഡോഫും പിന്നെ മറ്റ് പ്രാന്തപ്രദേശങ്ങളാണ്. അപ്പൊ ഇന്നലെ ജർമ്മനിയിലെ കാർണിവാൽ ഉത്സവത്തിൽ എനിക്ക് തോന്നുന്ന കൊളോണിൽ തന്നെ ആയതുകൊണ്ട് 10 ലക്ഷം പേര് വന്ന് കയറിപ്പോയിട്ടുള്ള ഒരു സംഭവമാണ്. അതെല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സംഭവം. അപ്പൊ അതിന്റെ ഇടയിലേക്കാണ് മാൻഹൈമിൽ അവരുടെ പ്രാദേശികമായിട്ടുള്ള സംഭവം, ഈ ഒരു ആഘോഷം നടന്നത്. അത് കരുതിക്കൂട്ടി ഒരു ഫിയസ്റ്റ കാറ്, അതും ഇത്തവണ സിറിയക്കാരും അതുപോലെ വിദേശികളല്ല എന്നുള്ള ഒരു കാര്യം മാത്രം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഒരു ജർമ്മൻകാരനാണ്, 40 വയസ്സുണ്ട്. അദ്ദേഹം ഈ സംസ്ഥാനത്ത് താമസിക്കുന്ന, അതായത് ബാഡൻ വുട്ടംബർഗ് സംസ്ഥാനത്തും അതുപോലെ തന്നെ റൈൻലാൻഡ് ഫാൽസിലും ഇങ്ങനെ മാറി മാറി താമസിക്കുന്ന ഒരാളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പോലും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അലക്സാണ്ടർ എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 40 വയസ്സ്. അപ്പം മാനസിക വിഭ്രാന്തി ആണോ എന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ പോലീസ് സംശയിക്കുന്നു. അത് സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും തന്നെ ഇതുവരെ ഇത് രാവിലത്തെ ഈ ഒരു 10 മിനിറ്റ് മുമ്പ് നോക്കിയ റിപ്പോർട്ടുകളിൽ പോലും അതിന്റെ വിശദാംശങ്ങൾ ഇവര് പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്നൊരു തകൃതിയായിട്ടൊരു കാര്യം ഇവര് പറയില്ല. അതിന്റെ വിശകലനം എടുത്ത് അതിന്റെ A to Z കാര്യങ്ങൾ സൂക്ഷിച്ച് മാത്രമേ ഇവർ പുറത്തു വിടുകയുള്ളൂ. അതുകൊണ്ടാണ് താമസം വരുന്നത്. എന്തായാലും 2 ആളുകൾ മരിച്ചു. ഒരാൾ 50 വയസ്സുള്ളതും മറ്റേ ആള് യുവാവാണെന്നാണ് പറയുന്നത്. സ്ഥിരീകരണം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ 2 ആള് മരിച്ചു, 11 പേര് പരിക്കേറ്റു. അതിൽ 5 പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ജർമ്മൻകാർക്കറിയില്ല. ഞാൻ 33 കൊല്ലമായിട്ട് ഞാൻ താമസിക്കുന്നു. വന്ന കാലത്തെ പോലെ ഒരു തുറന്ന ജർമ്മനി, അല്ലെ സമാധാന ജർമ്മനിയുടെ കാലം കഴിഞ്ഞുപോയി എന്ന് പറയാൻ തന്നെ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ, കഴിഞ്ഞ ഫെബ്രുവരി 23 ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. അതിശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. കുടിയേറ്റ വിരുദ്ധ പാർട്ടി ആയ AfD എന്നെല്ലാവരും ഇപ്പോൾ എല്ലാവരുടെയും നാവിൻ തുമ്പത്ത് ആ ഒരു പേര് മാത്രമേ ഉള്ളൂ, 3 അക്ഷരം, AfD, അതായത് ആൾട്ടർനേറ്റീവ് ഫോർ
ഡോയ്ച്ച്ലാൻഡ് എന്നുള്ള അല്ലെങ്കിൽ ജർമ്മനിക്ക് ബദലായിട്ടുള്ള ഒരു കക്ഷി. അവര് 2013 അവർ ഉടലെടുത്തത്. അവര് രൂപീകരിച്ചത് ഫെബ്രുവരി 6. ഇതുവരെയുള്ള അവരുടെ പ്രകടനത്തിൽ 10.7% വോട്ട് കിട്ടിയിരുന്ന 2021 വോട്ട് കിട്ടിയിരുന്ന ആ പാർട്ടിക്ക് ഇപ്പോൾ അത് ഇരട്ടിയാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ സംഭവം മതി. സമാധാനം ഇല്ലാതായ ഒരു രാജ്യമായിട്ട് മാറിയപ്പോൾ അതിന്റെ കൃത്യത, ജനങ്ങളുടെ പ്രതികരണം, അതായത് പാർട്ടി ബേസിൽ, അതായത് ഞാൻ ഒരു പാർട്ടിയുടെ അനുഭാവിയാണെങ്കിൽ പോലും അതിന് ചാഞ്ചാട്ടമുണ്ടായി AFDക്ക് വോട്ട് ചെയ്തെങ്കിൽ 83 സീറ്റോടുകൂടി അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2025 തെരഞ്ഞെടുപ്പിലല്ല, അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ നേടി പാർലമെന്റിൽ വന്ന് 76 സീറ്റായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞപ്പോൾ, കേസും വഴക്കുമായിട്ട് അവരുടെ മെമ്പേഴ്സിനെയൊക്കെ പുറത്താക്കേണ്ടി വന്നപ്പോൾ 76 സീറ്റ് ഇപ്പോൾ 152 സീറ്റായിട്ട് ജർമ്മനിയുടെ രണ്ടാമത്തെ കക്ഷിയായിട്ട് വളർന്നു കഴിഞ്ഞു. പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇവരെന്താണ് ഇനിയും ജർമ്മനിയായിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ചർച്ച നടക്കുകയാണ് ഒരു ഗവൺമെന്റിനായിട്ട്. രണ്ട് കക്ഷികൾ, മെയിൻ കക്ഷികളെ CDUം SPD-യാണ്. അപ്പൊ ഇവര് ചർച്ചകൾ തുടരുന്നു. ഇനിയും ഒരു മാസത്തിലധികം വരും ഒരു മന്ത്രിസഭ ഉണ്ടാകണമെങ്കിൽ. അപ്പൊ ഇവരെ വിറപ്പിക്കുകയാണോ, അല്ലെങ്കിൽ ഇവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട് ലഭിക്കും, എന്തൊക്കെ പ്രതികരണം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും.